അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഇല്ലാത്തവർ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ? അതുകൊണ്ട് നമ്മുടെ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ കണ്ണീരോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൈറായിട്ടുള്ള ആഗ്രഹമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് നിറവേറ്റി തരും. അതിനുള്ള മാർഗം നമുക്ക് കാണിച്ചു തരും. ഇൻഷാ അള്ളാഹ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു താലാക്ക് മാറ്റിമറിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഇല്ലേ? നമ്മൾ ദുആ ചെയ്ത് നമസ്കരിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് എന്തും തരും. അള്ളാഹു താലാക്ക് മാറ്റിമറിക്കാൻ കഴിയാത്തതായിട്ട് പ്രയാസമായിട്ടുള്ള ഒരു കാര്യവുമില്ല. നമുക്കാണ് എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ളത്. അള്ളാഹുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ മാത്രം മതി. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വീട്ടിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, കടം ബാധ്യത കൊണ്ട് നിൽക്കുന്നവരായിക്കോട്ടെ, പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, ഞാൻ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ദിക്ർ ഈ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഈ ലോകത്തേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഈ ഒരു ദിക്ർ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇല്ലാത്തവർക്കും രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. ഇശാ നമസ്കരിച്ചതിനു ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 11 സ്വലാത്ത് ചൊല്ലുക. നമ്മളിപ്പോൾ ആ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്താണോ, നമ്മുടെ എന്ത് വലിയ കാര്യമാണോ ആ തകർച്ച നമ്മൾ മനസ്സിലൂടെ ഓടിച്ചു കൊണ്ടുപോകുക, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമം എന്താണെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് ഇത് ഓതണം. ഈ സ്വലാത്ത് ചൊല്ലി തീർക്കണം. ദിക്ർ ചൊല്ലിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഈ ദിക്ർ 100 വട്ടമോ 200 വട്ടമോ നിങ്ങളെ കൊണ്ട് എത്ര പറ്റുമോ അത്രയും നിങ്ങൾ അള്ളാഹുവിനോട് ചൊല്ലുക. നിങ്ങളെ കൊണ്ട് എത്ര പറ്റുമോ അത്രയും നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പിടിച്ചു വാങ്ങിക്കണം. അള്ളാഹുവേ, ഞാൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, നിനക്കറിയാമല്ലോ എൻ്റെ കാര്യം, അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം, എന്നിലേക്ക് കണ്ണ് തുറക്കണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കണം. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച രാവിന് മുന്നേ നമ്മുടെ ആ ആഗ്രഹം എന്താണോ അതിനുള്ള വഴി അള്ളാഹു താല നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ അത് നടന്നിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്. ഏറ്റവും കൂടുതൽ 1111 നിങ്ങൾക്ക് വെള്ളിയാഴ്ച മഗ്‌രിബിന് മുന്നേ ആയിട്ട് വെള്ളിയാഴ്ച രാവിൽ തുടങ്ങി, വെള്ളിയാഴ്ച രാവ് ഇശാ നമസ്കരിച്ചതിന് ശേഷം തുടങ്ങി വെള്ളിയാഴ്ച മഗ്‌രിബിന് മുന്നേ നിങ്ങൾക്ക് ഈ 1111 പ്രാവശ്യം ഇത് ഓതി തീർക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ ഹൈറായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ബാക്കിയുള്ള കാര്യമെല്ലാം അള്ളാഹു താല നോക്കിക്കോളും. നിങ്ങൾ അള്ളാഹുവിനോട് വേണ്ടി നമസ്കരിച്ച് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാം അള്ളാഹു താല നോക്കിക്കോളും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസവും എപ്പോഴും ഒരാൾ ഇത് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു താല അത് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അത് മാറ്റിത്തരുന്നതാണ്. പിന്നീട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദൃഢമായ ഒരു വിശ്വാസം കൊണ്ടുവരിക. ഞാനിത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടത്തിത്തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.